അടുത്ത വാർത്തയിലേക്ക്. സഹകരണ ബാങ്കിൽ ഉയർന്ന പലിശ നിരക്ക് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ്. ഭാരത് ലജ്ന കോപ്പറേറ്റീവ് സൊസൈറ്റി ജീവനക്കാരി എന്ന് പരിചയപ്പെടുത്തിയാണ് തട്ടിപ്പ്. ഡെപ്പോസിറ്റിന് 12% പലിശയാണ് വാഗ്ദാനം ചെയ്തത്. എറണാകുളം നോർത്ത് സ്വദേശിക്ക് 50 ലക്ഷം രൂപയാണ് നഷ്ടമായത്. തട്ടിപ്പ് നടത്തിയ സോണിയ മോൾ സെബാസ്റ്റ്യനെ പോലീസ് പിടികൂടി. റംഷ CPയോട് വിവരങ്ങൾ ചോദിക്കാം. റംഷ, അപ്പോൾ നമ്മുടെ ദി ന്യൂസ് ബ്ലാസ്റ്റിന്റെ സ്ഥിരം പ്രേക്ഷകർ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും, ഞാനും വിചാരിക്കുകയായിരുന്നു, ഇന്നിപ്പോൾ ഇത്തരത്തിലുള്ള ലാഭം വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പിന്റെ വാർത്തകളൊന്നും ഇതുവരെ കേട്ടില്ലല്ലോ, എന്താ വന്നു കഴിഞ്ഞു, 50 ലക്ഷം രൂപ തട്ടിയെടുത്തിരിക്കുന്നു. ഇങ്ങനെ ലക്ഷങ്ങൾ കൊണ്ടുപോയി കൊടുക്കാൻ മടിയില്ലാത്ത മലയാളികൾ ഇപ്പോഴും ഇങ്ങനെ ബാക്കിയുണ്ട്. എത്ര വാർത്ത കേട്ടാലും അവർ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തിയത് റംഷ? ഷിഹാസ്, ഇടുക്കി സ്വദേശിനി സോണിയ മോൾ സെബാസ്റ്റ്യൻ എന്നയാളാണ് ഇന്ന് എറണാകുളത്ത് അറസ്റ്റിലായിരിക്കുന്നത്. നോർത്ത് പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഭാരത് ലജ്ന കോപ്പറേറ്റീവ് സൊസൈറ്റി, ആ സൊസൈറ്റിയുടെ ജീവനക്കാരിയാണ് എന്ന് പരിചയപ്പെടുത്തിയാണ് ഇവർ എറണാകുളം സ്വദേശിയിൽ നിന്നും 50 ലക്ഷം രൂപ തട്ടിയെടുത്തത്. 12% പലിശ വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് നടത്തിയത്. നമുക്കറിയാം, ഇപ്പോൾ സഹകരണ ബാങ്കുകളിൽ, സ്ഥാപനങ്ങളിൽ പരമാവധി നൽകുന്ന പലിശ ശതമാനം എന്ന് പറയുന്നത് 8.5%. അതും സീനിയർ സിറ്റിസൺ ആണ് ഈ 8.5% ലഭിക്കുന്നത്. ഇപ്പോൾ 12% എന്ന് വാഗ്ദാനം ചെയ്ത് ഒരു മോഹന വാഗ്ദാനം നൽകിയാണ് 50 ലക്ഷം രൂപ എറണാകുളം സ്വദേശിയിൽ നിന്നും ഇവർ തട്ടിയെടുത്തത്. ഇങ്ങനെ നിരവധി ആളുകളിൽ നിന്നും ഇവർ പണം തട്ടിയിട്ടുണ്ട് എന്നാണ് പോലീസിന് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ പോലീസ് അന്വേഷിക്കുമ്പോൾ ഇത്തരത്തിൽ നിരവധി സ്റ്റേഷനുകളിൽ ഇവർക്കെതിരായി പരാതികൾ ഉണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അധികം പലിശ ലഭിച്ചാൽ അത് സ്ഥാപനം ഏതാണെന്നോ അതിൻ്റെ വിശ്വാസ്യത എന്താണെന്നോ ഒന്നും നോക്കാതെ അത് നിക്ഷേപിക്കുന്ന നിലയിലേക്ക് നമ്മളിൽ ചില ആളുകൾ മാറുന്നു എന്നത് വളരെ ഗൗരവമുള്ളതാണ്. ഏതായാലും സ്ഥാപനത്തിൽ പണം നിക്ഷേപിക്കുമ്പോൾ അവരുടെ സുരക്ഷിതത്വം എന്താണ് എന്നത് കൂടി ഉറപ്പാക്കാൻ തയ്യാറാകണം എന്നത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നതാണ് ഈ സംഭവം. ശരി, റംഷ CP ആണ് വിവരങ്ങൾ നൽകിയത്.